നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ക്രൈം ചെയ്യുന്നവരായി മാറിയിരിക്കും. അതിന്റെ ഗ്രാസ് റൂട്ട് എന്താണ് എന്നുള്ള നമ്മുടെ നാട്ടിൽ പല കുടുംബത്തെ പോലും കൊന്നു കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് ചെറുപ്പക്കാർ നീങ്ങിയതായ കഥകൾ, കഥകളല്ല സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ ഒരാളിന്റെ പെൻഷൻ തുക എപ്പോഴും എല്ലാ മാസത്തിലും പാവങ്ങൾക്കും കലാകാരന്മാർക്കും ഭക്ഷ്യക്കിറ്റ് വാങ്ങാനായിട്ട് കൊടുക്കും. കൂടാതെ ഞങ്ങളൊരു മാഗസിൻ നടത്തുന്നുണ്ട്, നാടകശാല മാഗസിൻ. അത് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 62ാമത്തെ മാഗസിനാണ്. ഇതിനകത്ത് 32 പേരെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നു. 3000 കോപ്പിയുണ്ട്. ഇത് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. കുറഞ്ഞ ബഡ്ജറ്റ് ഇട്ടെങ്കിൽ തന്നെയും ഇപ്പൊ 1 കോടിയുടെ മുകളിലേക്ക് സംഭവം മാറിക്കഴിഞ്ഞു. കുറെ സിനിമാ താരങ്ങളുണ്ട്. സിനിമയിൽ ഭയങ്കര എന്താ പറയാ, സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ, തമാശകളും ഉണ്ട്. ചിത്ര സീരീസിൽ വെച്ചാൽ അനീതി കണ്ട പ്രതികരിക്കുക. ഇപ്പൊ പക്ഷെ ഭയങ്കര പാവം. ഇപ്പൊ ഈ സിനിമ ആണെങ്കിലും വെഞ്ഞാറമ്മൂട് ആ കേസായിട്ട് ആ ഒരു ബന്ധമല്ല. ഈ വെഞ്ഞാറമ്മൂട് കഥയൊന്നുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ചെറുപ്പക്കാർ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു, പെറ്റ അമ്മയെ പോലും കൊല്ലാൻ മനുഷ്യൻ എന്തുകൊണ്ട് നയിക്കുന്നു, അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടെത്തലാണ് ഈ സിനിമ. അത് സിനിമ കാണണം, അത് അപ്പോഴേ മനസ്സിലാവും. ഹായ്, ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ നമ്മുടെ ഒപ്പമുള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. പ്രൊഡ്യൂസറും പിന്നെ അത് സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ എത്തുന്ന 2 കഥാപാത്രങ്ങളുമാണ്. ഇതില് ഉപരി പ്രൊഡ്യൂസറും അങ്ങനെ കഥാപാത്രത്തിന് അപ്പൊ ഒരു ഫാമിലിയും കൂടിയാണ്. അപ്പൊ വെൽക്കം ടു മാപ്സ്റ്റിക്. ആദ്യം തന്നെ നമുക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി. ഞാനൊരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ ഞാൻ നാടകകൃത്താണ്. 59 നാടകങ്ങൾ ഞാൻ എഴുതും. അശ്വതി ഭാവന, കൊല്ലം അശ്വതി ഭാവന എന്ന് പറയുന്ന പ്രൊഫഷണൽ ട്രൂപ്പാണ്. കുട്ടിയുടെ വിലാസിനിയും അടൂർ പങ്കജവും ഒക്കെ വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സമിതിയാണ് ഇത്. ഇപ്പൊ എന്റെ 59ാമത്തെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്, അക്കരെ പെയ്ത മഴ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു കൊറോണ കാലത്ത് നാടകക്കാരുടെ ദുഃഖം മാറാനായിട്ട് കൊറോണക്കാരുടെ ആ കാലത്ത് നാടകക്കാരെ വെച്ചിട്ടൊരു മൂവി ചെയ്ത് അത് OTT-ലാണ് റിലീസ് ചെയ്തത്. നല്ലതുപോലെ എപ്പോഴും കിടപ്പുണ്ട്, ഇടത് വലത് തിരിഞ്ഞ്. അതിനകത്ത് നല്ല പാട്ടുകളും നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ച് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ക്രൈം ചെയ്യുന്നവരായി മാറിയിരിക്കും. അതിന്റെ ഗ്രാസ് റൂട്ട് എന്താണ് എന്നുള്ള നമ്മുടെ നാട്ടിൽ പല കുടുംബത്തെ പോലും കൊന്നു കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് ചെറുപ്പക്കാർ നീങ്ങിയതായ കഥകൾ, കഥകളല്ല സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം? ഇതിനെ എങ്ങനെ ഒരു കലാകാരൻ എന്ന നിലയില എനിക്കതിനെ മാറ്റാൻ കഴിയും? നാടകമാകുമ്പോൾ കുറച്ചാളുകൾക്ക് മാത്രമേ അത് വന്നിരുന്നവർക്ക് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ഒരു സിനിമയാണെങ്കിൽ അത് കുറെ കൂടെ വൈഡായിട്ട് ഈ സന്ദേശം എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ രണ്ടാമതൊരു മൂവി ചെയ്യാൻ. ഞാൻ നേരത്തെ ഒരു മൂവി തമിഴ് ചെയ്യാൻ ശ്രമിച്ചു, ദേവലക്കര ചെല്ലപ്പൻ എന്ന സംവിധായകനെ വെച്ച്. അത് നടന്നില്ല. അതും പിന്നെ മനോരമയും ഡൽഹി ഗണേശും ത്യാഗരാജനെ വെച്ച് 10-15 വർഷത്തിന് മുമ്പ് അത് നടന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് എടുത്ത സിനിമയായിരുന്നു ഈ ഇടതുപോലെ തരുത്. മൂന്നാമതാണ് ഈ സിനിമ എടുക്കുന്നത്. അത് ഞങ്ങളുടെ നാടകശാല ഇന്റർനാഷണൽ മൂവീസിന് വേണ്ടിയാണ് ചെയ്തത്. നാടകശാല എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്. അതൊരു ചാരിറ്റി സൊസൈറ്റിയാണ്. അതിനകത്ത് പിന്നെ ഞങ്ങൾ മാസം തോറും യോഗങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി, ഞങ്ങൾ 2 പെൻഷനറാണ്. ഇപ്പോൾ സെയിൽ ടാക്സ് സൂപ്രണ്ടായിരുന്നു, പെൻഷനായി. ഞാൻ ഹെഡ് മാസ്റ്ററായി. ഞങ്ങളുടെ ഒരാളിന്റെ പെൻഷൻ തുക എപ്പോഴും എല്ലാ മാസത്തിലും പാവങ്ങൾക്കും കലാകാരന്മാർക്കും ഭക്ഷ്യക്കിറ്റ് വാങ്ങാനായിട്ട് കൊടുക്കും. കൂടാതെ ഞങ്ങളൊരു മാഗസിൻ നടത്തുന്നുണ്ട്, നാടകശാല മാഗസിൻ. അത് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 62ാമത്തെ മാഗസിനാണ്. ഇതിനകത്ത് 32 പേരെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നു. 3000 കോപ്പിയുണ്ട്. ഇത് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ പരസ്യമായിട്ടൊരു
15 പേരുണ്ട്, 15,000 കിട്ടും. ആ. ബാക്കി എൻ്റെ മകൾ ഇപ്പോൾ നേഴ്സാണ്, ഉം. സൗദിയിലാണ്. എൻ്റെ ഒരു മകനുണ്ട്, മെഡിക്കൽ സർവീസിലാണ്. അവൻ കൂടെ ചേർന്നാണ് ബാക്കി ഇതിന്റെ തുക കളഞ്ഞ് ആരിൽ നിന്നും ഒരു നയാ പൈസ പിരിക്കില്ല. അങ്ങനെ ചാരിറ്റി ആയിട്ട് പോകുന്ന ഒരു സമിതിയാണ് നാടകശാല. ആ നാടകശാല ഇന്റർനാഷണൽ മൂവീസിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം വരികയും ചെയ്യാമെന്ന് ചെയ്തു, മൂവി എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ നൂർനാട് പ്രസാദ് എൻ്റെ അടുത്ത കഴിഞ്ഞ മൂവി ചെയ്ത ആളാണ്, നമ്മുടെ സുഹൃത്താണ്. അത് മുമ്പ് മാത്രമല്ല, എൻ്റെ വൈഫ് അദ്ദേഹം ചെയ്ത ഒരു സീരിയലിനകത്ത് അഭിനയിച്ചൊരു 13 വർഷം അമ്മ അമ്മായിയം എന്ന് പറയുന്ന ഒരു സീരിയലിനകത്ത് അഭിനയിച്ച് അങ്ങനെയുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് ചെയ്യാം, കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറഞ്ഞ ബഡ്ജറ്റ് ഇട്ടെങ്കിൽ തന്നെയും ഇപ്പൊ 1 കോടിയുടെ മുകളിലേക്ക് സംഭവം മാറിക്കഴിഞ്ഞു. കുറെ സിനിമാ താരങ്ങളുണ്ട്. പിന്നെ അജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പുലിമുരുകനകത്ത് മോഹൻലാലിന്റെ ചെറുപ്രായത്തിൽ അനുഭവിച്ച് പുലിമുരുകൻ, ആ കുട്ടി ഇപ്പൊ മുതിർന്ന പുരുഷനായി, അവനെ നായകനാക്കി. പിന്നെ സാന്ദ്ര എന്ന് പറയുന്ന കുട്ടി ഇപ്പൊ ഡോക്ടറാണ്. അവള് പിന്നെ ചെറിയ ചാനലുകളിലൊക്കെ ചെറിയ വേഷം ചെയ്ത കുട്ടിയാണ്, അത് നായികയാക്കി. പിന്നെ നമ്മുടെ കുറെ അരിസ്റ്റോ സുരേഷ്, കൊല്ലം തുളസി, പിന്നെ ഗുരുവായൂർ ശിവജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കുടശനാട് കനകം, രശ്മി അനില്, പിന്നെ സാരംഗി, നിഷ സാരംഗി, പിന്നെ ചേത്ര ജയൻ, ഇങ്ങനെയുള്ള കുറെ സിനിമാ താരങ്ങളും എല്ലാവരും കൊണ്ടായി ചെയ്ത ഒരു 2 മണിക്കൂർ 10 മിനിറ്റുള്ള ഒരു സിനിമയാണിത്. ഇതിനകത്ത് 6 പാട്ടുകളുണ്ട്. ഈ 6 പാട്ടുകൾ നല്ല രീതിയിൽ, അജാസ് നല്ല നർത്തകനാണ്, അതുപോലെ ഈ നായിക ഹീറോയിൻ, അതുപോലെ തന്നെ നായിക നല്ല ഡാൻസറാണ്. നല്ല ഒരു 3 ഡാൻസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത്, അല്ലാത്ത ഈ വയലാർ ശരത്ചന്ദ്രവർമ്മ, ആലിങ്കൽ, രാജീവ് ആലിങ്കൽ, പിന്നെ മുരുകൻ കാട്ടാക്കട, ഇങ്ങനെയുള്ള ഒരു 5 പേരെ കൊണ്ട് 6 പാട്ടുകൾ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സസ്പെൻസ്, സിത്താര കൃഷ്ണകുമാർ, സൂര്യനാരായണൻ. പിന്നെ ഇതിന് സംഗീതം ചെയ്തതെന്ന് പറഞ്ഞാൽ എസ് വി വെങ്കടേഷ് എന്ന് പറയുന്ന മഹാന്റെ മകനാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഗീതവും ചെയ്തിരിക്കുന്നത്. പിന്നെ അജയ് രവി എന്ന് പറയുന്ന ഒരാളും കൂടി ഇതിന്റെ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സംഗീതത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു മൂവിയാണിത്. ഒരു സസ്പെൻസ് ഉണ്ട്, സസ്പെൻസ് ത്രില്ലറാണ്. ഈ കൊലപാതകം മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് ആ ചെറുപ്പക്കാരെ നമ്മൾ ഇന്ന് നയിക്കണം, അതിനെന്ത് ഗവൺമെന്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഇതിന്റെ സന്ദേശം കൊടുത്ത ഒരു മൂവിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്താണ് പറയാനുള്ളത്? നേരത്തെ റിയാലിറ്റി ഷോയില് വന്നു, പിന്നെ കഥാപാത്രമായി ചെയ്യുന്നു. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ വൈഫാണ്. പേര് രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം. രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം. സൈഡ് ടാക്സ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ കുഞ്ഞിലെ തൊട്ട് എനിക്ക് അഭിനയം വലിയ ഇഷ്ടമാണ്. പഠിക്കുന്ന കാലത്ത് കൊച്ചു കൊച്ചു നാടകത്തിലും പിന്നെ മോണത്തിലും ഒക്കെ ചേർന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു കുടുംബത്ത് വന്നു ചേരാൻ പറ്റിയത് വലിയ ഭാഗ്യം. അതുപോലെ ഉള്ള ഒരു ആളിനെയും കിട്ടി. അപ്പൊ പിന്നെ സിനിമയില് നമ്മളെ അരിസ്റ്റോ സുരേഷിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു തട്ടുകടക്കാരി. അപ്പം തട്ടുകടക്കാരിയാണെങ്കിലും പിന്നെ എല്ലാത്തിനും പ്രതികരിക്കുകയും നല്ലൊരു കഥാപാത്രം. എല്ലാ ആൾക്കാരും എത്തുമല്ലോ അവിടെ. അപ്പൊ എല്ലാരെയും അറിയാം. നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ പിന്നെ നാക്കുയർത്തി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ നല്ലൊരു ഇവരുടെ കോമ്പോ നല്ലതാ. ഇവർക്ക് ഒരു ചായക്കട വെച്ചൊരു പാട്ടൊക്കെ ഉണ്ട്. സുരേഷ് അത് മാത്രമല്ല, അരിസ്റ്റോ സുരേഷ് തന്നെ പാടുന്ന ഒരു നല്ലതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട് രസകരമായിട്ട്. ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഇപ്പൊ മാം സിനിമയില് ഭയങ്കര എന്താ പറയാ സംസാരിക്കുന്ന ഒരു നല്ല തമാശകളും ഉണ്ട്. ചിത്ര സീരിയസിൽ വെച്ചാൽ അനീതി കണ്ട പ്രതികരിക്കും.
ഇപ്പൊ പക്ഷെ ഭയങ്കര പാവം. മാത്രമല്ല തെരുവ് നാടകങ്ങളുണ്ട് ഞങ്ങൾക്ക്. ആ മദ്യത്തിനും മയക്കുന്നതിനും തെരുവ് നാടകം. ആ ഈ തെരുവ് നാടകത്തിൽ ഈ മകനും ഭാര്യയും കൂടെ മകള്. അഭിനയിക്കുവാൻ ഇവർക്ക് പ്രായം ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും നല്ല പ്രായമുണ്ട്, എന്നാലും ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ടൊക്കെ കൊണ്ട് നടക്കുന്നത് ചെയ്യുന്നുണ്ട്. ഇവര് സർവീസിലായിരുന്നെങ്കിൽ പോലും ഈ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ ഈ അത്തപ്പൂക്കള മത്സരമൊക്കെ വന്നാലും എന്തിന്റെ പാചക മത്സരം എല്ലാത്തിനും പോവുകയും സമ്മാന കൃഷി എന്തിനും പങ്കെടുക്കുക, റെഡിയാണ്. നല്ലൊരു എഴുത്തുകാരിയാണുള്ളത്. ഞാൻ അങ്ങനല്ല, അച്ഛന്റെ കുറച്ച് കലയും വാസന അമ്മയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നല്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പം പരിപാടി മോണാക്ട് സ്കൂളിലൊക്കെ എല്ലാ സബ് ജില്ലാ തലത്തിലൊക്കെ പോയിട്ടുണ്ട്, കലാതിലൊക്കെ ആയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പഠിത്തം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ഫീൽഡുമായിട്ട് അധികം ബന്ധമില്ലായിരുന്നു. സൗദിയിലായിരുന്നു, ഗവൺമെന്റ് സർവീസിലായിരുന്നു, നേഴ്സാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 12 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചെത്തി, റിസൈൻ ചെയ്തു. അപ്പൊ അടുത്ത പോകാനായിട്ട് നിൽക്കുന്നു, ഓസ്ട്രേലിയയുടെ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഈ സിനിമ വന്നത്. അപ്പൊ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ റോള്, ഹീറോയിന്റെ കൂട്ടുകാരിയായിട്ട്. പിന്നെ രസമാണ്, നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു ആദ്യമായിട്ട് സിനിമ അഭിനയിക്കുന്നതിന്റെ. അതിന്റെ ഒരു ത്രില്ലുണ്ട്. പിന്നെ നന്നായിട്ട് വരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ നാടകവും സിനിമയും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ നാടകം 59 നാടകം എഴുതി, ഇപ്പൊ സിനിമയിലോട്ട് കഥ എഴുതുമ്പോ എന്തൊക്കെ വ്യത്യാസം തോന്നി? എനിക്ക് ഒരു സിനിമ നാടകം എഴുതുന്നതിനേക്കാൾ എളുപ്പമായിട്ട് തിരക്കഥ എഴുതാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അത് വലിയ സംഭവമാണ്. ഒരു നാടകം എനിക്ക് എഴുതണമെങ്കിൽ 6 എഴുതാം. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തെ നാടകം. അത് ഞാൻ ഒരു 8 ദിവസം കൊണ്ട് എഴുതി. ഈ തിരക്കഥ തയ്യാറാക്കിയത് 2 ദിവസം കൊണ്ടാണ്. 2 ദിവസം കൊണ്ടെടുത്താണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. അപ്പൊ എനിക്ക് നാടകം എഴുതുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട്, കാരണം ഇത് ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നുണ്ട്, കുറേശ്ശെ ഭാഗങ്ങളായിട്ട് എഴുതിയാൽ മതി. അപ്പൊ അവർക്ക് ഒത്തിരി എഴുതാം. മറ്റേ നാടകത്തിൽ എന്ന് പറഞ്ഞാൽ 6 കഥാപാത്രവും 7 കഥാപാത്രവും ഈ 2 മണിക്കൂറും ഇവരെ കൊണ്ട് വേണം സംസാരിപ്പിക്കേണ്ടത്. സിനിമയ്ക്ക് അതല്ല, ബ്രേക്ക് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, അപ്പൊ പ്രകൃതി ഭംഗി വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ തിരക്കഥ എഴുതാൻ എനിക്ക് വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇത് 2.5 ദിവസം കൊണ്ട് തീർത്ത തിരക്കഥയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ തെരുവ് നാടകമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ 3 നാടകത്തിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ സിനിമ അല്ലെങ്കിൽ പുതിയ പുതിയ മീഡിയാസ് വരുമ്പോ നാടകം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നു തോന്നുന്നു. ഇപ്പം പഴയ പോലെ വരുന്നില്ല. ഉത്സവപ്പറമ്പുകളിലാണെങ്കിലും ഗാനമേളയ്ക്കും അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഇനി ഇതിനോട് ഇഷ്ടപ്പെടുന്നവരാണ് നാടകം ബുക്ക് ചെയ്ത് കളിക്കുന്നത്. പക്ഷെ അച്ഛൻ അത് രക്തത്തിൽ, എല്ലാ വർഷവും അച്ഛൻ പറയും ഈ വർഷം കൂടെ ഉള്ളെന്നൊക്കെ പറയും. എങ്കിലും ഇതിനും ഉണ്ടല്ലോ ചെലവ്, നാടകം എടുക്കണം. പക്ഷെ എന്നാലും അച്ഛൻ എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കും. അതാണെന്ന് വെച്ചാൽ അത് രക്തത്തിൽ അലിഞ്ഞ്. കുഞ്ഞാച്ചന്റെ സ്കൂൾ കാലഘട്ടം തൊട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അച്ഛൻ പറയുന്ന കേൾക്കാം, എല്ലാവരുടെയും സാരി കണ്ട് മേടിച്ച് കർട്ടനൊക്കെ കിട്ടി അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം അത് ഇപ്പോഴും തുടരുന്നു. 80 വയസ്സോളം ആയി അച്ഛന്. എന്നിട്ട് അതിന്റെ ഉപരി ഇപ്പൊ നാടകം ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു, നിങ്ങളൊക്കെ വേറെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി ചാരിറ്റി ചെയ്യാം, അതും സ്വന്തം പെൻഷൻ എടുത്ത് ചെയ്യാം. ഇപ്പൊ നമ്മൾ പല ചാരിറ്റീസ് ഉണ്ട്, തട്ടിപ്പാണ്, ഇപ്പൊ പിരിക്കലും ഓരോന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ വ്യത്യാസമാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് ഗാന്ധി ഭവനിലെ പിന്നെ പുനലൂർ സോമരാജൻ, പിന്നെ മേളം മസാലയുടെ നടത്തുന്ന മേളം കുര്യക്കോൺ, MLA പിന്നെ നമ്മുടെ മഹേഷ്, CR മഹേഷ്, ഇവരൊക്കെയാണ് ഇതിന്റെ രക്ഷാധികാരികൾ. എനിക്കൊരു ചെറിയ ആഡിറ്റോറിയം ഉണ്ട്, ഒരു 150 പേർക്ക് ഇരിക്കത്തക്ക ഒരു AC ആഡിറ്റോറിയം. 10 സെന്റ് സ്ഥലത്ത് എന്റെ വീടും എന്റെ മകന്റെ ഷോപ്പും ഈ ആഡിറ്റോറിയം നിൽക്കുകയാണ്. അതിനകത്താണ് എന്റെ ഞാൻ വേറെ സമ്പാദ്യം ഒന്നുമില്ല. എന്റെ സമ്പാദ്യം എല്ലാം ഈ നാട്ടാർക്കും വേണ്ടി എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇത് ഒരു 62ാമത്തെ മാഗസിനാണ്. ഇത് 32 പേരെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നുണ്ട്. കഥയും കവിതയും എല്ലാം. ഗവർണർ വരെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള വരെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. മഹാനായ പിന്നെ സാധാരണക്കാരായ കുട്ടികളുടെ കവിതകളും അവരെ പ്രോത്സാഹനം. ഇത് ആരും നിന്നും ഒരു നയാ പൈസ വാങ്ങിക്കുന്നില്ല. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എഴുതിയിരിക്കുന്നത് മലയാളിക്ക് സമ്മാനമായി നൽകുന്ന മലയാള മാഗസിൻ. എല്ലാ മാസത്തിലും ഇത് ഇറങ്ങും. ഇത് ഒരെണ്ണം ആങ്കറൊക്കെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് തന്നേക്കുവാണ്. ഒരുപാട് എന്താ പറയാ കഴിവുള്ളവർ എഴുതി
ആൾക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്റെ അനുഭവങ്ങളും സൗദിയിലെ അനുഭവങ്ങൾ എഴുതുന്നു. ഇത് കണ്ടാൽ ചെറിയ പുസ്തകമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥയായിട്ടും കവിതയായിട്ടും ലേഖനം എന്തിനെ പറ്റിയുണ്ട്. ഇവിടെ എന്റെ ഭാര്യ എഴുതുന്നതിന് രത്നമ ബ്രാഹ്മണപുരത്ത് എഴുതുന്നത് പുസ്തകങ്ങളുടെ ഒരു ആസ്വാദനമാണ് എഴുതുന്നത്. പല പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിന് ആസ്വാദനം. പല ഇപ്പൊ നമ്മള് മാഗസിനിൽ കാണാമല്ലോ പല ടൈപ്പ്. അതേപോലെ തന്നെ ഇതാക്കപ്പോ ഇതാണ് നമ്മുടെ സിനിമയെ പറ്റിയിട്ടും ഇതിൽ സിനിമയുടെ ഒരു പരസ്യമുണ്ട്. അപ്പൊ ഇത് ഫ്രീ ആണെന്ന് അല്ലേ? 3000 കോപ്പി 3000 കോപ്പി ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. 2500 കോപ്പി പോസ്റ്റൽ വഴി അയക്കും. 4 രൂപ സ്റ്റാമ്പിൽ. ശരിയാ. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഒരു വലിയ കാര്യം ചെയ്യുന്നത്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റിയുടെ പേര് പല തട്ടിപ്പ് നടക്കുന്ന ഒരു കാലത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ സ്വയം ചെയ്യുക. അതും പെൻഷൻ ക്യാഷ് എടുത്തു കൊടുക്കുക എന്നൊക്കെ അതൊരു വലിയൊരു കാര്യമാണ്. ഇത് ഇപ്പോഴും ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് അക്കരെ പെയ്ത മഴ. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന നാളെ നാടകമുണ്ട് തൃശ്ശൂര്. അപ്പം ഇതെന്റെ നാടകമുണ്ട്. നാടകം ഇത് 59ാമത്തെ നാടകമാണ് ഞാൻ എഴുതിയത്. അപ്പൊ നാടകത്തിലോട്ട് വരുമ്പോ എങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആയി തോന്നിയിട്ടുണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ നാടകം ഇപ്പോഴാ ആൾക്ക് വേണ്ടെന്ന് തന്നെ പറയാം. കുറെ ക്ലബുകളും കുറെ മത്സരങ്ങളും ഒക്കെ നടക്കുന്നതല്ലാതെ വേറെ ചില പരിപാടികൾ കൈയടക്കി കഴിഞ്ഞു. നാടകത്തെ പിന്തള്ളി. എന്നിരുന്നാലും നാടകം ഒരിക്കലും മരിക്കത്തില്ല. മനുഷ്യന് ഏറ്റവും മനുഷ്യന്റെ മനസ്സിനെ പതിക്കത്തക്ക ഒരെണ്ണമാണ്. നല്ല ചുറ്റുപാടുള്ള മനുഷ്യന് ചിന്തിക്കത്തക്കതാണ് നാടകം. നാടകം എന്ന് പറയുന്നത് ഒരു റെവല്യൂഷൻ ആയിട്ടുള്ള ഒരു ടൂൾ അടക്കം ഉപയോഗിച്ചതാണ് ആണെന്ന്. അപ്പൊ ആ നാടകത്തിലൂടെ എന്ത് പറഞ്ഞാലും ആളുകൾ കേട്ടുകൊണ്ട് ഇപ്പോഴും ഇരിക്കും. പക്ഷെ കാണികൾ കുറവാണെന്നേ ഉള്ളൂ. കാണികൾ ഇല്ല, കുറവാണ്. വേദികൾ കുറവാണ്. ഇതിന്റെ പ്രൊഡക്റ്റ് ചെയ്തതിന്റെ പൈസയുടെ പകുതി പോലും തിരിച്ച് വരത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഈ നാടകത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഞാൻ ചെറുപ്പം മുതൽ നാടകത്തിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ തെരുവ് നാടകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയ ടോപ്പിക്സ് എടുത്തിട്ടാ ചെയ്യാറ്. അപ്പൊ നമ്മുടെ സമൂഹത്തിന് നമ്മൾക്കുള്ളൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഥ. അതെ ഞാൻ ഈ അനീതിക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ, ഇപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ തെരുവ് നാടകം അവതരിപ്പിക്കാൻ കുടുംബം നടന്ന് ഞാൻ ഒറ്റയാൾ നാടകമായിട്ട് 675 സ്കൂളുകളിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി വണ്ടി ഓടിച്ച് കേരളത്തിൽ പിന്നെ വയനാടും കാസർഗോഡ് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലെയും സ്കൂളുകളിൽ കോളേജുകളിൽ നാടകം നടത്തിയ ആളാണ് ഞാൻ 10 വർഷത്തിന് മുമ്പ്. ഒറ്റയ്ക്ക് പോയി. അങ്ങനെ നാടകത്തോട് വലിയ ക്രേസാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഈ സിനിമ എടുക്കുകയും ഈ സിനിമയ്ക്കകത്ത് എൻ്റെ ഉദ്ദേശം ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജാണ് എൻ്റെ ലക്ഷ്യം. അത് എത്ര പേര് സ്വീകരിക്കുന്നോ കാണുന്നല്ല എൻ്റെ ലക്ഷ്യം. സമൂഹത്തിന്റെ മെസ്സേജ് കൊടുക്കുക. അല്ലാതെ ഞാൻ സമ്പാദിച്ചുകൊണ്ട് ഒരു രക്ഷപ്പെട്ടുകൊണ്ട് ഒന്നുമില്ല. എൻ്റെ മക്കൾ 2 പേരുണ്ട്. അവരുടേതായ ജീവിത ബന്ധത്തിനുള്ള മാർഗം ഞാൻ നേടിക്കൊടുത്ത് അവരവരുടേതായി ജീവിക്കുന്നു. ഞങ്ങൾ 2 പേരും ഞങ്ങളുടേതായ വഴിക്ക് കലയിലൂടെ ജീവിക്കുന്നു. അവർക്കൊന്നും ഞാൻ കൊടുക്കേണ്ട പെൻഷനിൽ നിന്ന് അവർ എനിക്ക് അവർക്ക് എന്നെ സഹായിക്കുന്നുണ്ട്. ഈ സിനിമ എടുക്കുന്നതിന് എൻ്റെ ഭാര്യയുടെയും മകളുടെയും മരുമകന്റെയും ഒക്കെ ഗോൾഡൊക്കെ കൊണ്ടുവന്ന് ബാങ്കിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സിനിമ എടുത്തത്. അതിനിപ്പോ ഒരു ഫുൾ ഫാമിലി തന്നെ നമുക്ക് ഒരുമിച്ച് സപ്പോർട്ട് കിട്ടാന്ന് പറയുമ്പോ തന്നെ വലിയൊരു കാര്യം. സത്യസന്ധമായ കുടുംബജീവിതം നയിക്കുന്നവന് ഫാമിലി എപ്പോഴും കൂറുണ്ടായി. കലാരംഗത്ത് പലർക്കും പറ്റുന്നത് സത്യസന്ധമായ കുടുംബജീവിതമാണ്. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളെല്ലാം ഫ്രീ ആണ്. ഞങ്ങളെല്ലാം അത് നിങ്ങളുടെ ഒരു ഒത്തൊരുമ കാണുമ്പോ തന്നെ സാറ് പറയുന്നത് പലതും ഭാവന പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. അതിനൊരു വലിയ കാര്യമാണ്. അച്ഛന്റെ ആ ഒരു ബുദ്ധിമുട്ട്. ചേട്ടനും നല്ല സപ്പോർട്ടാണ്. ചേട്ടൻ വന്നിട്ടില്ലെങ്കിലും ചേട്ടൻ മെഡിക്കൽ ഷോപ്പാണ്. അപ്പം ചേട്ടനും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെ മെന്റൽ സപ്പോർട്ടും എല്ലാം ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേട്ടനും നേരത്തെ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ്. ശ്യാം എന്ന പേര്, ജിതിൻ ശ്യാം കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ ഇല്ലെങ്കിലും ഭാഗമാണ്. ഇപ്പൊ ഈ സിനിമ ആണെങ്കിലും വെഞ്ഞാറമ്മൂട് ആ കേസുമായിട്ട് ഓക്കെ ആ ഒരു ബന്ധമല്ല. ഈ വെഞ്ഞാറമ്മൂട് കഥയൊന്നുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ചെറുപ്പക്കാർ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു, പെറ്റ അമ്മയെ പോലും കൊല്ലാൻ മനുഷ്യൻ എന്തുകൊണ്ട് സഹായിക്കുന്നു, അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടെത്തലാണ് ഈ സിനിമ. അത് സിനിമ കാണണം.
അത് അപ്പോഴേ അപ്പോഴും മനസ്സിലാവും മനസ്സിലാവില്ല. എന്താണ് അതിന്റെ ഗ്യാസ്. അതെ, പെട്ടെന്ന് കാണുമ്പോ അതാണെന്ന് നമുക്ക് തോന്നും അതൊന്നും അല്ല, അങ്ങനെ സംഭവമേ അല്ല ഇത്. അല്ലല്ലേ. അല്ലല്ല, ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ 6th ഫെബ്രുവരി റിലീസ് റിലീസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എന്ത് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ചെറിയ സിനിമ എടുത്ത് അത് എല്ലാവരും പോയി അത് തിയേറ്ററിൽ പോയി കാണണം, കാണണം. തിയേറ്ററിൽ പോയി തന്നെ പോയി കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമല്ല ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത ഈ ചാനലുകാർക്കും ഞങ്ങളുടെ നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. എനിക്കത് തന്നെ പറയാനുള്ളു. എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു മെസ്സേജ് ഉണ്ട്. അങ്ങ് വലിയ പടമാണെന്ന് നമ്മളൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷെ എങ്കിലും നല്ല ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അജാസ്, പിന്നെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന സാന്ദ്ര. അപ്പം ഇവര് രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള കുറെ കഥാപാത്രങ്ങളും. അപ്പം അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാവുന്ന എല്ലാം റൊമാൻസും സ്റ്റണ്ടും എല്ലാം ഉള്ള ഒരു നല്ലൊരു കുടുംബചിത്രമായിരിക്കും. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. അപ്പൊ മാമിന് എന്താ പറയാ? എല്ലാവരും കണ്ട അഭിപ്രായം പറയട്ടെ. നല്ലൊരു സിനിമയായി തീരുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അധികം സംസാരിച്ചില്ല, നമ്മളെ സിനിമയിലൂടെ നെട്ടിക്കും എന്നാണല്ലേ. അപ്പോ സിനിമ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇതേപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Okay. താങ്ക്സ്.